പ്രിയ സ്നേഹിതരെ, ദുഃഖവെള്ളിയിൽ ആരാധനയുടെ കേന്ദ്രം കുരിശ. നമുക്ക് ഈ കുരിശ് ശാപത്തിൻ്റെ അടയാളമല്ല, രക്ഷയുടെ അനുഗ്രഹമാണ്. ആത്യന്തികമായി കുരിശ് പാപമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലാണെന്നേ. ക്രോസ് ഈസ് എസെൻഷ്യലി എ കൺഫ്രണ്ടേഷൻ വിത്ത് സിൻ. ബൈബിളിൻ്റെ വെളിച്ചത്തിൽ കുരിശൊരു മരണമാണ്, പഴയ മനുഷ്യൻ്റെ മരണം, ഞാനെന്ന ഭാവത്തിൻ്റെ അന്ത്യം, ലോകത്തോട് മാംസത്തോടുള്ള വിരക്തി. ലോകത്തിന് മരിച്ചവനാവുക എന്നത് തന്നെയാണ് അതിൻ്റെ പൊരുൾ. എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പലതും നിഷേധിക്കല. പണത്തോടുള്ള ദുരാസക്തി, അധികാരത്തോടുള്ള ആഭിമുഖ്യം, വിധിക്കുവാനുള്ള പ്രവണത, തോൽപ്പിക്കുവാനുള്ള വാസന, ജനിക താല്പര്യത്തോടുള്ള ആവേശം, അംഗീകാരങ്ങൾക്ക് വേണ്ടി അതിമോഹം, അങ്ങനെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന പലതും വിട്ടുപേക്ഷിക്കല. നിന്റെ പഴയ മനുഷ്യൻ ഒഴിഞ്ഞു മാറ്റി ക്രിസ്തുവിനെ ധരിക്കലാണത്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശെടുക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ഇത് തന്നെയാണ്. ഇന്ന് നീ കുരിശിന് മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ, കുമ്പിട്ടതിൻ്റെ പരിക്കൻ പ്രതലത്തിൽ ചുംബിക്കുമ്പോൾ ദൈവം മൗനമായി പറയുന്നത് കേൾക്കണം. നിങ്ങളുടെ പാപം വേണമോ അത് എൻ്റെ പുത്രന് വേണമോ? യു ക്യാൻ ഹാവ് യുവർ സിൻ ഓർ യു ക്യാൻ ഹാവ് മൈ സൺ, ബട്ട് യു ക്യാൻ നോട്ട് ഹാവ് ബോത്ത്. രണ്ടും ഒന്നിച്ചുള്ളൊരു ജീവിതം അസാധ്യമാണെന്നേ. നീ നിന്നെ തന്നെ പരിത്യജിക്കാതെ, പാപം ചെയ്ത് ഉപേക്ഷിക്കാതെ, കുരിശിൻ്റെ വഴിയിലൂടെ നടക്കാതെ ഒരിക്കലും ക്രിസ്തു ശിഷ്യനാകാൻ കഴിയുകയില്ലെന്നേ. ആകയാൽ കുരിശാണ് നമ്മുടെ സന്ദേശം, പ്രതീക്ഷ, ആത്മബലം. ലോകം തിരസ്കരിച്ച് കുരിശ് നമുക്ക് സ്നേഹിക്കാം, പ്രഘോഷിക്കാം, പുണരാം. അതിനെ ഓർത്ത് ലജ്ജിക്കാതിരിക്കാം. ആമേൻ.